ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിങ്ങനെ ഇന്ന് റൂമിൽ വെറുതെ ഇരുന്നപ്പം എൻ്റെ മോൾക്കൊക്കെ ഒരു പൂതി, ബീച്ചിലൊക്കെ ഒന്ന് പോയാലോ. ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ. അപ്പം നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ ഇന്ന് അവളുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോർണിഷ് ഫാമിലി ബീച്ചിലേക്കാണ് ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളവിടെ എത്തി. നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതും എൻ്റെ മകൾക്കതേ അവിടെ ഇങ്ങനെ ഒരു ചെയർ ഉണ്ടായിരുന്നു. അത് എന്തിനുള്ള പർപ്പസാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അവിടെ ഉള്ള സെക്യൂരിറ്റീസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന തോന്നുന്നു. ഇരുന്നിട്ട് ഇങ്ങനെ ബീച്ചിലെ കാര്യങ്ങളൊക്കെ ഓവർവ്യൂ ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവം തോന്നുന്നു, അറിയില്ല. അപ്പോൾ അതിൽ നേരെ മലക്കൊക്കെ കയറിയിരുന്നു. അതിനുശേഷം ഇതേ അവളുടെ മെയിനായിട്ടുള്ള കാര്യം മണ്ണിലെ കളി. ഈ മണ്ണ് കണ്ടാൽ പിന്നെ അവൾ വെറുതെ വിടൂല. അതിനുശേഷം പിന്നെ ഞങ്ങളിങ്ങനെ ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നൈറ്റൊക്കെ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ദേ നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല കളിക്കുന്ന പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. മൽക്കയും പിന്നെ നമ്മുടെ മൽക്കയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര കളി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചേ ഉള്ളായിരുന്നു. അത് തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഈ രാത്രിയുടെ ഭംഗിയും നമ്മുടെ കുട്ടികളൊക്കെ അവിടെ അടിപൊളിയായിട്ട് കളിക്കുന്ന കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. നല്ല ലേറ്റ് നൈറ്റായിട്ട് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ മൽക്കയുടെ കളിയൊന്നും കഴിയുന്നില്ലായിരുന്നു. എത്ര പറഞ്ഞിട്ടും അവൾ വരുന്നില്ലായിരുന്നു. ആ മണ്ണിൽ അങ്ങ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മണ്ണ് തൊടാനും മണ്ണിലിറങ്ങാനൊന്നും ഒരു മടിയില്ലാത്തൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം അവൾ സ്പെൻഡ് ചെയ്തത് ഈ മണ്ണിലുള്ള കളിയിലായിരുന്നു. അതിപ്പോൾ അവൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അവളത് കളിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൾക്ക് അത്രക്കും ഇഷ്ടമാണ് മണ്ണ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഞാനും വിചാരിച്ചു കളിക്കട്ടെ, വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മളിത് ഏകദേശം ടൈമായപ്പോൾ നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ചൂട് അതെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണല്ലോ. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് തന്നെയാണ് നമ്മളിവിടെ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.